ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നില്ല. പള്ളി കഴിഞ്ഞ് അതുവഴി ഞങ്ങൾ നേരെ ഉളിക്കലിലേക്കാണ് പോയത്. പോയി കഴിഞ്ഞ് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലും കപ്പയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കപ്പ ബിരിയാണി അങ്ങനെ എല്ലും വാങ്ങിച്ചുകൊണ്ട് വന്നു. വരുന്ന വഴിക്ക് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ടാണ് വന്നത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. 1 മണിയാകുമ്പോഴത്തേനും പിള്ളേർ സൺഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാം ആക്കി വെക്കണമല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ കഴുകി വാരി എല്ലാം കുക്കറിനകത്തോട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കപ്പയാണെങ്കിൽ പച്ചക്കറീൻ്റെ ഇടയ്ക്ക് ഒടിയാണ്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തപ്പിയെടുക്കുന്നതാണ് കാണുന്നത്. പച്ചക്കറിയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് കപ്പയൊക്കെ പൊളിച്ചെടുത്തിട്ട് വേഗം തന്നെ അടുപ്പയിലേക്ക് അങ്ങ് വെച്ചു കേട്ടോ. കപ്പയും കുക്കറിനകത്തോട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കിയ കുക്കറിനകത്തോട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് എല്ലൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ അമ്മ എപ്പോഴും കണ്ടേക്കുന്ന തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല കണ്ടേക്കുന്നത്. ഇവിടെ സാധാരണ പോലെ തേങ്ങയൊന്നും അരയ്ക്കാതെ എല്ലൊക്കെ നമ്മൾ കറി വെക്കുന്ന പോലെ വെച്ചിട്ട് കപ്പയ്ക്കകത്തിട്ട് ഇളക്കിയെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതെനിക്ക് അമ്മ ഇന്നാളൊരു ദിവസം വന്ന് ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. കപ്പയൊന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷം ഉടച്ചിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് എല്ലിനകത്തോട്ട്. കാരണം എല്ലില്ലെങ്കിൽ കഷ്ണമായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നല്ല കപ്പയായിരുന്നു കേട്ടോ. നല്ല പുട്ട് പോലെ പൊടിയുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് കപ്പ ബിരിയാണിയൊക്കെ അങ്ങനെ അതിനകത്തേക്ക് ഇട്ട് ഇളക്കി എല്ലാം സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതാ കപ്പ ബിരിയാണിയൊക്കെ ആയി. ഇനി ഒന്നെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഇതുപോലെ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് കുരുമുളകും കൂടി ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടണമെന്നൊന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും സച്ചു റിച്ചുക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആയത്. എന്തായാലും വന്നപാടെ അവർക്കും കൊടുത്തു കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.